എന്ന് പറയുന്നത് എഫക്റ്റ് ഓഫ് എക്സസൈസ് ഓൺ ഡിഫറെന്റ് ബോഡി സിസ്റ്റം. അതിൽ ആദ്യത്തത് കാർഡിയോ വസ്കുലർ സിസ്റ്റം ആണ്. നമുക്കറിയാം കാർഡിയോ വസ്കുലർ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ട് തന്നെയാണ് പ്രധാനമായിട്ടുള്ളത്. അതായത് നമ്മുടെ ഹാർട്ടാണ് നമ്മുടെ ബോഡിയിലെ എൻ്റയർ പാർട്ടിലേക്കും ബ്ലഡും ഓക്സിജൻ എത്തും. ത്രൂ ബ്ലഡ് സപ്ലൈ ഓക്സിജൻ ഈസ് സപ്ലൈഡ് ടു ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ ബോഡി. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ടിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. അതായത് ഒന്നാമത്തെ ചേഞ്ച് ആയിട്ട് പറയുന്നത് സൈസ് ഓഫ് ദ ഹാർട്ട് ഇൻക്രീസ് എന്നാണ്. നമ്മുടെ ഹാർട്ടിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലോസ്ഡ് ഫിസ്റ്റ് ആണ് നമ്മുടെ ഓരോരുത്തരെയും ഹാർട്ടിന്റെ സൈസ് എന്ന് പറയുന്നത്. അപ്പം ഈ എൻഡ്യൂറൻസ് ട്രെയിനിങ്, അതായത് നമ്മുടെ കാർഡിയോ ട്രെയിനിങ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സൈസ് ഓഫ് ദ ഹാർട്ട് ഇൻക്രീസസ്. അതായത് പ്രധാനമായിട്ടും ഒരുപാട് പഠനങ്ങൾ കാണിച്ചിട്ടുള്ളത് 12 വീക്സ് ഓഫ് എൻഡ്യൂറൻസ് ട്രെയിനിങ്, അതായത് 12 ആഴ്ച നീണ്ടിരിക്കുന്ന എൻഡ്യൂറൻസ് ട്രെയിനിങ് ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ടിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഹാർട്ടിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്ന പറയുന്നത് നമ്മുടെ ഈ തിക്നെസ് ഓഫ് ദ വെൻട്രിക്കിൾ വാൾസ് ആൻഡ് ചേംബറിന്റെ സൈസും വലുതാവും. അങ്ങനെ വലുതാകുമ്പോൾ അഡ്വാൻറ്റേജ് വെച്ചാൽ കൂടുതൽ ബ്ലഡ് നമ്മുടെ ഈ ഇതിനകത്ത് വെൻട്രിക്കിളിലേക്ക് ഫില്ലാവുന്നതാണ്. അങ്ങനെ കൂടുതൽ ബ്ലഡ് കിട്ടുമ്പോൾ ഒറ്റ പമ്പിൽ തന്നെ ഒരുപാട് ബ്ലഡ് നമ്മുടെ ബോഡിയുടെ ഡിഫറെന്റ് പാർട്ടിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഹാർട്ടിന്റെ എഫിഷ്യൻസി കൂടും എന്നുള്ളതാണ്. ഈ എൻഡ്യൂറൻസ് ട്രെയിനിങ് അല്ലെങ്കിൽ റെഗുലർ എക്സസൈസ് ചെയ്യുന്ന ആൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഹാർട്ട് സൈസ് ഉണ്ടാവും. അതിന്റെ വോളിയം തീർച്ചയായിട്ടും ഈ വെൻട്രിക്കിൾ വാൾസ് അതിന്റെ കട്ടി കൂടുന്തോറും അല്ലെങ്കിൽ അവിടെ ചേംബർ സൈസ് വലുതാവുമ്പോൾ തീർച്ചയായിട്ടും മോർ ബ്ലഡ് ഫിൽഡ് ഇൻ ദ ഹാർട്ട്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ടിന്റെ മസിൽസിന്റെ കോൺട്രാക്റ്റിബിലിറ്റി കൂടുന്നു. അങ്ങനെ മസിൽസിന്റെ കോൺട്രാക്റ്റിബിലിറ്റി കൂടുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ബ്ലഡ് നമ്മളെ ബോഡിയിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നോട്ടീസബിൾ ചേഞ്ച് എന്ന് പറയുന്നത് എക്സസൈസ് ചെയ്യുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് സൈസ് ഓഫ് ദ ഹാർട്ടാണ്. അപ്പോൾ നെക്സ്റ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഹാർട്ട് റേറ്റ്. നമുക്കറിയാം ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു മിനിറ്റിൽ നമ്മുടെ ഹൃദയം എത്ര പ്രാവശ്യം ഇടിക്കുന്നു എന്നുള്ളതാണ്. നോർമൽ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് 72 ആണ്, അറൌണ്ട് 72 ആണ് നോർമൽ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത്. തീർച്ചയായും എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടി പോകും. പക്ഷേ സ്ഥിരമായിട്ട് കാർഡിയാക് എക്സസൈസ് അല്ലെങ്കിൽ കാർഡിയോ എക്സസൈസ് ചെയ്യുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഈ ഹാർട്ട് റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. അതായത് നമുക്കറിയാം എക്സസൈസ് ചെയ്യുമ്പോൾ ഹാർട്ട് റേറ്റ് മേടി പോകും, പക്ഷേ ഈ ഹാർട്ട് റേറ്റ് പെട്ടെന്ന് താഴ്ന്നു വന്നിട്ട് ക്രമേണ നമ്മുടെ ഈ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എപ്പോഴും നമ്മുടെ ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യുന്നത് റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് ആണ്. അപ്പോൾ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് എപ്പോഴും 72 അതിൽ താഴെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ എത്രത്തോളം ഫിറ്റായി ട്രെയിൻ ചെയ്യുന്നു, അതായത് നമ്മുടെ ഫിറ്റ്നസ് കൂടുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഹാർട്ട് റേറ്റും കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഹാർട്ട് റേറ്റ് കുറയുന്നത് നമ്മുടെ ഒരു സ്ട്രോങ് ഹാർട്ടായിട്ട് കാണിക്കും എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് വരുന്നതാണ് സ്ട്രോക്ക് വോളിയം. അപ്പോൾ ഈ സ്ട്രോക്ക് വോളിയം ഇൻക്രീസ് ചെയ്യുന്നതാണ്. സ്ട്രോക്ക് വോളിയം എന്ന് പറഞ്ഞാൽ നമ്മളെ റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് വെൻട്രിക്കിൾ, ഈ നമ്മുടെ ഈ ഹാർട്ടിനകത്ത് ബേസിക്കലി വെൻട്രിക്കിളും ഏട്രിയുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. റൈറ്റ് വെൻട്രിക്കിൾ ഉണ്ട്, ലെഫ്റ്റ് വെൻട്രിക്കിൾ ഉണ്ട്, റൈറ്റ് ഏട്രിയം ഉണ്ട്, ലെഫ്റ്റ് ഏട്രിയം ഉണ്ട്. അപ്പം ഈ ലെഫ്റ്റും റൈറ്റും വെൻട്രിക്കിളിൽ ഏതെങ്കിലും ലെഫ്റ്റ് ഓർ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പമ്പ് ചെയ്യുന്ന ബ്ലഡിന്റെ അളവ് ഒറ്റ ബീറ്റിൽ പമ്പ് ചെയ്യുന്ന ബ്ലഡിന്റെ അളവിനാണ് സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ റെഗുലർ എക്സസൈസ് ചെയ്യുന്ന ആൾക്ക് സ്ട്രോക്ക് വോളിയം കൂടുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് എന്ന് കാർഡിയാക് ഔട്ട്പുട്ട് ആണ്. കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സ്ട്രോക്ക് വോളിയത്തിന്റെയും ഹാർട്ട് റേറ്റിന്റെയും മൾട്ടിപ്ലിക്കേഷൻ ആണ് തീർച്ചയായിട്ടും ഈ കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ. അതായത് കാർഡിയാക് ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു സ്ട്രോക്ക് വോളിയം ഇൻറ്റു ഹാർട്ട് റേറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എക്സസൈസ് ചെയ്യുന്ന ഒരാൾക്ക് കാർഡിയാക് ഔട്ട്പുട്ട് ഉണ്ടാവും. കാർഡിയാക് ഔട്ട്പുട്ട് ബെറ്റർ ആകുന്നതോറും മോർ ബ്ലഡ് വിൽ ബി പംപ്ഡ് ടു ദ ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ ബോഡി. അപ്പോൾ നമ്മുടെ ഹാർട്ട് കുറെ കൂടെ എഫിഷ്യന്റ് ആവും, പിന്നെ കോൺട്രാക്ടിബിലിറ്റി കൂടും, ബ്ലഡ് വന്ന് അതിനകത്തേക്ക് മോർ ബ്ലഡ് വിൽ ബി സ്റ്റോർഡ് ആൻഡ് വിൽ ബി പംപ്ഡ് ടു ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡി. അപ്പം തീർച്ചയായിട്ടും എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ കാർഡിയാക് ഔട്ട്പുട്ട് കൂടും എന്നുള്ളതാണ്. നെക്സ്റ്റ് നോട്ടീസബിൾ ചേഞ്ച് എന്ന് വെച്ചാൽ ബ്ലഡ് പ്രഷർ. തീർച്ചയായിട്ടും എക്സസൈസ് ചെയ്യുന്ന ഒരാൾക്ക് ക്രമേണ നമ്മൾ എക്സസൈസ് ചെയ്ത് നമ്മുടെ കാർഡിയാക് ഫിറ്റ്നസ് കൂടുന്തോറും തീർച്ചയായിട്ടും BP നോർമലായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പം BP വിൽ ബി മെയിൻറ്റെയിൻ ത്രൂ ദ ലൈഫ്. അപ്പം എഫക്റ്റീവായിട്ട് നമ്മൾ ബ്ലഡ് പ്രഷർ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ബോഡി പല ഡിസ്കംഫർട്ടും ഉണ്ടാവും. അപ്പം എക്സസൈസ് റെഗുലറായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കണ്ടുവരുന്ന നോർമൽ BP ആയിരിക്കും. പിന്നീട് വരുന്ന ബ്ലഡ് ഫ്ലോ. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എക്സസൈസ് ചെയ്യുമ്പോൾ നാച്ചുറലി ബ്ലഡ് ഫ്ലോ കൂടുതലായിരിക്കും. നമ്മുടെ ബ്ലഡ് വെസൽസിൽ ഒഴുകുന്ന ബ്ലഡിന്റെ അളവ് കൂടുതലായിരിക്കും. അങ്ങനെ ബ്ലഡിന്റെ അളവ് കൂടുന്തോറും തീർച്ചയായിട്ടും നമ്മുടെ ബോഡിക്ക് ഒരുപാട് ബ്ലഡ് കിട്ടിക്കൊണ്ടിരിക്കും. മോർ ഓക്സിജൻ വിൽ ബി സപ്ലൈ ടു ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ ബോഡി. അപ്പോൾ തീർച്ചയായിട്ടും എക്സസൈസ് ചെയ്യുന്ന ഒരാൾക്ക് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ഇതാണ് സൈസ് ഓഫ് ദ ഹാർട്ട്, ദെൻ ദ ഹാർട്ട് റേറ്റ് ഡിക്രീസസ്, മോർ സ്ട്രോക്ക് വോളിയം, മോർ കാർഡിയാക് ഔട്ട്പുട്ട്, more blood flow and blood pressure will be reduced.
ഇതാണ് എക്സസൈസ് ചെയ്യുമ്പോൾ ഒരാളുടെ ഹാർട്ടിനുണ്ടാകുന്ന ചേഞ്ചസ്, അല്ലെങ്കിൽ കാർഡിയോ വസ്കുലർ സിസ്റ്റത്തിന് ഉണ്ടാകുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചേഞ്ചസ്. അടുത്തതായിട്ട് വരുന്നതാണ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം. സി ന്യൂട്രിയൻസ് ഈസ് റിലീസ്ഡ് വെൻ അവർ ബോഡി വർക്ക്സ്. സോ ദ പ്രോസസ് ഓഫ് റിലീസിങ് എനർജി ഫ്രം ദ ന്യൂട്രിയൻസ് ഈസ് കോൾഡ് ആസ് റെസ്പിറേഷൻ. നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന പ്രധാന ചേഞ്ച് എന്ന് പറയുന്നത് ലങ് വോളിയം ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ്. അതായത് നമ്മൾ എൻഡ്യൂറൻസ് ട്രെയിനിങ് അല്ലെങ്കിൽ കുറച്ച് നാൾ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ലങ് വോളിയം ഇൻക്രീസ് ചെയ്യും, നമ്മുടെ വൈറ്റൽ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യും ഡ്യൂ ടു ദിസ് എൻഡ്യൂറൻസ് ട്രെയിനിങ്. ഇതാണ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ഫസ്റ്റ് ചേഞ്ച്. നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ ചേഞ്ച് ആണ് ബ്രീത്തിങ് ഫ്രീക്വൻസി അല്ലെങ്കിൽ റെസ്പിറേറ്ററി റേറ്റ് ഡിക്രീസ് ചെയ്യും. ഈ റെസ്പിറേറ്ററി റേറ്റ് അല്ലെങ്കിൽ ബ്രീത്തിങ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു മിനിറ്റിൽ നമ്മൾ എത്ര പ്രാവശ്യം ബ്രീത്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ എൻഡ്യൂറൻസ് ട്രെയിനിങ് അല്ലെങ്കിൽ കുറച്ച് നാൾ ട്രെയിൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ റെസ്പിറേറ്ററി റേറ്റ് കുറഞ്ഞു വരും. അത് തീർച്ചയായിട്ടും നമ്മുടെ ബോഡിക്ക് വളരെ എഫക്റ്റീവാണ്. എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന മൂന്നാമത്തെ ചേഞ്ച് ആണ് മാക്സിമം മൈന്യൂട്ട് വെന്റിലേഷൻ. മാക്സിമം മൈന്യൂട്ട് വെന്റിലേഷൻ എന്ന് പറയുന്നത് മാക്സിമം എമൗണ്ട് ഓഫ് എയർ എക്സ്പയർസ് ഓർ ഇൻസ്പയർസ് ഇൻ 1 minute. അതാണ് മാക്സിമം മൈന്യൂട്ട് വെന്റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മാക്സിമം മൈന്യൂട്ട് വെന്റിലേഷൻ ഇൻക്രീസ് ചെയ്യും. മാക്സിമം മൈന്യൂട്ട് വെന്റിലേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ മോർ ഓക്സിജൻ ഈസ് ഗോൺ ടു ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ ബോഡി. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ എമൗണ്ട് ഓഫ് എയർ ഇൻസ്പയർ ചെയ്യുന്നത് എക്സ്പയർ ചെയ്യുന്നത് നമുക്ക് 1 minute ഇത് കൂട്ടാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ് മാക്സിമം മൈന്യൂട്ട് വെന്റിലേഷൻ്റെ പ്രത്യേകത. നെക്സ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ടൈഡൽ വോളിയം ഇൻക്രീസ് ചെയ്യും. ടൈഡൽ വോളിയം ഈസ് ദ എമൗണ്ട് ഓഫ് എയർ ഇൻസ്പയർസ് ഓർ എക്സ്പയർസ് ഇൻ 1 breath. ഒരു ബ്രത്തിൽ നമ്മൾ ഇൻസ്പയർ ചെയ്യുന്നതും എക്സ്പയർ ചെയ്യുന്നതും എയറിന്റെ അളവിനെയാണ് നമ്മൾ ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഈ ടൈഡൽ വോളിയം ഇൻക്രീസ് ചെയ്യും. നാലാമത്തെ ചേഞ്ച് ആണ് നമ്മളെ വെന്റിലേറ്ററി എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുന്നത്. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ വെന്റിലേറ്ററി എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യും. പൾമിനറി ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് ടേക്സ് പ്ലേസ് ഇൻ ദ ആൽവിയോലൈ. ഡ്യൂറിങ് മാക്സിമം ലെവൽ ഓഫ് എക്സസൈസ് മോർ ആൽവിയോലൈ വിൽ ബിക്കം ആക്റ്റീവ്. അങ്ങനെ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം വളരെ ആക്റ്റീവ് ആവുന്നു, വളരെ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എക്സസൈസ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ചേഞ്ചസ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ഉണ്ടാവും എന്നുള്ളതാണ്. ഇനി എക്സസൈസ് കൊണ്ട് നമ്മുടെ മസ്കുലാർ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ മസിൽസ് തീർച്ചയായിട്ടും നമ്മുടെ മൂവ്മെന്റ് റെസ്പോൺസിബിൾ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും എക്സസൈസ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ചേഞ്ചസ് ആണ് നമ്മുടെ മസ്കുലാർ സിസ്റ്റത്തിൽ ഉണ്ടാകുന്നത്. നമ്മൾ ആക്റ്റിൻ മയോസിൻ സ്ലൈഡ് ചെയ്യുമ്പോഴാണ് തീർച്ചയായിട്ടും നമുക്ക് കോൺട്രാക്ഷൻസ് ഹാപ്പൻ ചെയ്തു. അപ്പോൾ നമ്മുടെ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മസ്കുലാർ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന മേജർ ചേഞ്ചസ് ആണ് ഹൈപ്പർട്രോഫി ഓഫ് ദ മസിൽസ്. ഹൈപ്പർട്രോഫി എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ തിക്നെസ് ഓഫ് ദ മസിൽ ഫൈബർ. അതായത് നമ്മുടെ മസിൽ ഫൈബറിന്റെ തിക്നെസ് കൂടുന്നു. തിക്നെസ് കൂടുന്നതിനാണ് നമുക്ക് ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഹൈപ്പർട്രോഫി എന്ന് വെച്ചാൽ സൈസ് ഓഫ് ദ മസിൽ ഫൈബർ ഇൻക്രീസസ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ് പോലെയുള്ള ട്രെയിനിങ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ മസിൽ ഹൈപ്പർട്രോഫി വിസിബിൾ ആവും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ഹൈപ്പർട്രോഫി കൂടുന്തോറും നമുക്ക് ബെറ്റർ സ്ട്രെങ്ത് ഉണ്ടാവും. തീർച്ചയായിട്ടും കാപ്പിലറി ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കാണുന്ന ഒരു പ്രധാനപ്പെട്ട നോട്ടീസബിൾ ചേഞ്ച് ആണ് കാപ്പിലറി ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്. കാപ്പിലറി ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും വിച്ച് വിൽ അൾട്ടിമേറ്റ്ലി കോസ് മോർ ഫോഴ്സ് പ്രൊഡക്ഷൻ. നെക്സ്റ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഫ്ലോ ടു ദ മസിൽസ് ഇൻക്രീസസ്. ആക്ച്വലി നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ബ്ലഡ് ഫ്ലോ ഡിഫറെൻറ്റ് മസിൽസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യും. ദെൻ കണക്റ്റീവ് ടിഷ്യൂ ഇൻക്രീസ് ചെയ്യും. അതായത് നമ്മുടെ സ്കെൽറ്റൽ മസിൽസിന്റെ കണക്റ്റീവ് ടിഷ്യൂസ് ഇൻക്രീസ് ചെയ്യുന്നതാണ് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട്. അതായത് നാച്ചുറലി നമ്മൾ ഹൈപ്പോട്രോഫി, അതായത് മസിൽ ഹൈപ്പോട്രോഫി കൂടുന്തോറും തീർച്ചയായിട്ടും നമ്മുടെ മസ്കുലാർ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യും, ഒപ്പം മസ്കുലാർ എൻഡ്യൂറൻസ് ഇംപ്രൂവ് ചെയ്യും. ഈ കാപ്പിലറി ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് മോർ എനർജി പ്രൊഡക്ഷൻ ആണ് അവിടെ ഹാപ്പൻ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മസിൽസ് നമ്മുടെ ബോഡിക്ക് വളരെ ആക്റ്റീവ് ആകാൻ സഹായിക്കും എന്നുള്ളതാണ്. അപ്പം എക്സസൈസ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ചേഞ്ചസ് നമ്മുടെ മസിൽസിൽ ഹാപ്പൻ ചെയ്യും. ബയോകെമിക്കൽ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ മയോഗ്ലോബിൻ കണ്ടന്റ് ഇൻക്രീസ് ചെയ്യുന്നു, നമ്പർ ഓഫ് മൈറ്റോകോൺട്രിയ ഇൻക്രീസ് ചെയ്യുന്നു. നമ്പർ ഓഫ് മൈറ്റോകോൺട്രിയ ഇൻക്രീസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ബെറ്റർ ഫോഴ്സ് പ്രൊഡക്ഷൻ ഉണ്ടാവും. ദെൻ ഓക്സിഡൈസേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ഫാറ്റ്സ്, ബെറ്റർ എനർജി ഈസ് റിലീസ്ഡ്. അപ്പോൾ നമ്മുടെ ഈ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മസ്കുലാർ സിസ്റ്റത്തിൽ ഒരുപാട് ചേഞ്ചസ് ഹാപ്പൻ ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മുടെ മസ്കുലാർ സിസ്റ്റത്തിനെ പോലെ തന്നെയാണ് നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റം. നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റം ഒരുപാട് ഫങ്ഷൻ നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഇറ്റ് ആക്ട് ആസ് എ സപ്പോർട്ടിങ് സ്ട്രക്ചർ എന്നുള്ളതാണ്. ദെൻ ഇറ്റ് ആക്ട് ആസ് എ
ലീവർ വിച്ച് വിൽ പ്രൊഡ്യൂസ് വിച്ച് വിൽ അലൗ ദ ബോഡി ടു ഹാവ് ഡിഫറെന്റ് മൂവ്മെന്റ്സ്. നമ്മളെ ബോഡി ഒരുപാട് മൂവ്മെന്റ്സ് ചെയ്യാൻ നമ്മൾ ലീവർ ആയിട്ട് ആക്ട് എന്നുള്ളതാണ് സ്കെൽറ്റൽ ബോൺസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത് നമ്മുടെ സ്കെൽറ്റൽ സിസ്റ്റമാണ്. തീർച്ചയായിട്ടും ഈ സ്കെൽറ്റൽ സിസ്റ്റത്തിന്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വെൻ ദ ബോഡി, അതായത് നമ്മളെ ബോഡി ഫ്ലൂയിഡ്സിൽ റിലീസ് ചെയ്യുന്ന കാൽസ്യത്തിന്റെ അളവ് കുറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ബോഡിക്ക് വേണ്ട കാൽസ്യം റിലീസ് ചെയ്യുന്നത് ഈ സ്കെൽറ്റൽ ബോൺസിൽ നിന്നാണ് തീർച്ചയായിട്ടും ഈ കാൽസ്യം റിലീസ് ചെയ്യുന്നത്. സ്കെൽറ്റൽ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് പ്രൊഡ്യൂസസ്, ഇറ്റ് മെയിൻറ്റെയിൻസ് ആൻഡ് ഇറ്റ് റിപ്പയർസ് ഇറ്റ്സെൽഫ് എന്നുള്ളതാണ്. സ്വയമായിട്ട് ഇതെല്ലാം ചെയ്യൂ എന്നുള്ളതാണ് നമ്മുടെ സ്കെൽറ്റൽ സിസ്റ്റത്തിന്റെ പ്രത്യേകത. പിന്നെ നമ്മുടെ സ്കെൽറ്റൽ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ് പ്രൊവൈഡ് സർഫസ് ഫോർ ദ അറ്റാച്ച്മെന്റ് ഓഫ് മസിൽസ് ടു ദ ബോൺസ്. ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ ബോണിന്റെ ഫംഗ്ഷൻ തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ മസിൽസും ബോൺസും ഇതെല്ലാം വളരെ എഫക്റ്റീവായിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ആയിട്ട് മൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് എഫക്റ്റീവായിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമ്മുടെ എക്സസൈസ് കൊണ്ട് നമ്മുടെ ഈ സിസ്റ്റംസ് എല്ലാം ഡെവലപ്പ് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം ഇത്രയാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂൾ